ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മുഖത്ത് ഉള്ള ഓപ്പൺ പോഴ്സൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോണറാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ടോണറാണ്. നിങ്ങൾക്കിപ്പോൾ ഫേസിൽ മുഖക്കുരുവിൻ്റെ പ്രശ്നം, അതുപോലെ മുഖത്ത് കുരുക്കൾ വന്ന പാടുണ്ടെങ്കിലൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ടോണറാണ്. പിന്നെ ഓപ്പൺ പോഴ്സ് എന്ന് പറയുമ്പോൾ മുഖക്കുരു പൊട്ടിച്ചിട്ടുള്ള കുഴികളല്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മളുടെ ഈ മൂക്കിൻ്റെ സൈഡിലും മൂക്കിൻ്റെ മേലെയും അതുപോലെ മിക്കവർക്കും നെറ്റി ഭാഗത്തൊക്കെ കാണുന്ന ചെറിയ രീതിയിലുള്ള ഹോൾസ് ഇങ്ങനെ ഉണ്ടാവില്ലേ, ഓയിലി സ്കിന്നുകാർക്കാണ് അത് കൂടുതലായിട്ടും കാണാറ്. അപ്പോൾ അത് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറാണ്. അപ്പോൾ ഞാനിത് എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. ഇതാ കണ്ടില്ലേ, നമ്മളുടെ ടോണർ ഉണ്ടാക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഗ്രീൻ ടീ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ ബാഗിൽ വരുന്ന ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീ വെച്ചിട്ട് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറേ നാൾ മുമ്പ് ഇട്ടതാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അത് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടാണ് പറയുന്നത്. വയറും വണ്ണമൊക്കെ നമുക്ക് എളുപ്പത്തിൽ കുറയ്ക്കാം. അപ്പോൾ വെയിറ്റ് ലോസിന് മാത്രമല്ല ഗ്രീൻ ടീ നമ്മൾ യൂസ് ചെയ്താലും ഉള്ളിലേക്ക് കഴിച്ചാലും അതുപോലെ പുറമെ അപ്ലൈ ചെയ്താലും, ഇപ്പോൾ ഫേസ് പാക്കിലൊക്കെ നമ്മൾ ചേർത്തിട്ട് മുഖത്ത് ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ടോണറൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് അത് നല്ലൊരു മാറ്റമായിരിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ഫേസൊക്കെ നല്ല ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെ നമുക്ക് പറയാം ഗ്രീൻ ടീനെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ടോണറിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീ നമുക്ക് ഇപ്പോൾ ഇതുപോലത്തെ ബാഗാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം, നല്ലൊരു തിളച്ച വെള്ളം എടുത്തിട്ട് ചെറിയൊരു ബൗളിൽ ഒരു 5 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി. നമുക്ക് കുറച്ചും കൂടി നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ചെറിയൊരു ബൗളിൽ നല്ല 5 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഗ്രീൻ ടീയുടെ ബാഗ് അതിലേക്ക് ഇറക്കി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഗ്രീൻ ടീയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്കിനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ചെറിയ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ എത്രത്തോളമാണോ ആ ഗ്രീൻ ടീയുടെ വെള്ളം എടുത്തിട്ടുള്ളത് അത്രയും തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആ ഒരു ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് നല്ലൊരു മാറ്റം വരും. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യില്ലേ, രാവിലെയും വൈകിട്ടോ ഒക്കെ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ടോണറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും, ഫേസ് നല്ല ഗ്ലോ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് വളരെ സിമ്പിളും എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നം അതുപോലെ ഓയിലി സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോണറാണ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് വരാം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആയിട്ട് എല്ലാവരായിട്ടും ഒന്ന് ഈ വീഡിയോൻ്റെ ലിങ്ക് വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.